അപ്പൊ എല്ലാവർക്കും വെൽക്കം. കോൺഫിഡന്റ് വുമന്റെ ഒരു പുതിയ മൂവ്മെന്റിലേക്കാണ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വീക്ക്, അതായത് കോൺഫിഡന്റ് വുമൻ എന്ന് പറയുന്നത് ഒരു ജേർണിയാണ്, ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ, ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല. നമുക്കിതൊരു ജേർണിയാണ്. ഒരു ജേർണീന്റെ ഭാഗമായിട്ട് നമ്മൾ കോൺഫിഡന്റ് വുമനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ, അതായത് നമ്മുടെ ഈ ആദ്യത്തെ വീക്ക് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കോൺഫിഡന്റ് വിമനിലേക്ക് എത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മളിപ്പോ ആദ്യമായി ചെയ്യാൻ പോകുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊക്രാസ്റ്റിനേഷൻ എന്താണ്? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. പ്രൊക്രാസ്റ്റിനേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യാതെ ആക്ഷൻ ഡിലേ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, അല്ലെ? അതിനാണല്ലോ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ സെഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണെന്നുള്ളതിന് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് പറയാൻ പോകുന്നത്. ആദ്യം എന്തിനാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട്, പിന്നെ എന്തൊക്കെ ട്രിഗർ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ തോന്നുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾക്ക് എന്താണ് അറിയേണ്ടത്? എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ? ദ ഹാബിറ്റ് ഓഫ് ഡിലേയിങ് ടാസ്ക് despite knowing it could lead to negative consequences. അറിഞ്ഞുകൊണ്ട്, അല്ലേ? ശരിയല്ലേ? അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിലേ ചെയ്യുന്നു. നെഗറ്റീവ് കോൺസിക്വൻസസ്, അതായത് നെഗറ്റീവ് ആണ് ഇതിന്റെ റിസൾട്ട് എന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിലേ ചെയ്യുന്നു. അത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ പൊതുവെ ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്? ഫിയർ ഓഫ് ഫെയിലിയർ അതല്ലേ ഒരു നമ്പർ 1 റീസൺ ആയിട്ട് തോന്നുന്നത്? അതായത് ഫെയിലിയറിനെ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ? ഫെയിലിയറിനെ ഫിയർ ഓഫ് ഫെയിലിയറിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള പേടിയാണ്. തോറ്റു പോകുമെന്ന് പേടിച്ചിട്ട്, അല്ലെ? തോറ്റു പോകുമോ എന്നുള്ള ഭയത്താൽ എന്ത് ചെയ്യും? വേണ്ടാന്ന് വെക്കും, അല്ലെങ്കിൽ മാറ്റി വെക്കും. നാളെ ആവട്ടെ, പിന്നീട് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കും, അല്ലെ? അല്ലെ? പേടിയാണ് നമുക്ക്, തോറ്റു പോകുന്നുള്ള പേടി. അതുപോലെ തന്നെ വേറൊരു കാരണം എന്താണ്? പെർഫെക്ഷനിസം. അതായത് പെർഫെക്ഷൻ നോക്കുന്നവരാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവൂല. അതായത് ഒരു ജോലി പെർഫെക്ഷൻ അങ്ങനെ ഉണ്ടല്ലോ. കാരണം പെർഫെക്ഷനിസം നോക്കുന്നവരുണ്ടാവും. പെർഫെക്ഷനിസം നോക്കുന്നവർക്ക് എന്താണ് കുഴപ്പം? ഇവർക്ക് എപ്പോഴും കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റ് ആവാതെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവർക്കത് ഫിനിഷ്ഡ് ആയിട്ട് തോന്നൂല. അപ്പൊ പിന്നെ എന്നാ പിന്നെ ആവട്ടെ. പെർഫെക്റ്റ് ആവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? നീട്ടി കൊണ്ടുപോകും, അല്ലേ? പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓവർവെൽഡ്. അപ്പൊ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം നെഗറ്റീവ് കോൺസിക്വൻസസ് ആണ് ഉണ്ടാവുന്നത് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ടാസ്ക് ഡിലേ ചെയ്യുന്നു. അതെന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? നമുക്ക് ഫിയർ ഓഫ് ഫെയിലിയർ, തോൽവിയോടുള്ള പേടി, പെർഫെക്ഷനിസം, അല്ലെ? ഫീലിംഗ് ഓവർവെൽഡ്. പിന്നെ നമുക്കറിയാം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്തോറും നമുക്ക് എന്തൊക്കെ വില കൊടുക്കേണ്ടി വരും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്താവും? മിസ്സായിട്ടുണ്ടാവും, ഉറപ്പായിട്ടും, അല്ലേ? പിന്നെന്താണ്? നമുക്കറിയാം ജോലി ചെയ്യേണ്ടതാണ്
എന്ന് ചെയ്യാതെ മാറ്റി മാറ്റി വെക്കും തോറും നമ്മളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വന്നുകൊണ്ടിരിക്കും? സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കുറയും. കാരണം എന്താണ്? നമ്മളുടെ ഉള്ളിൽ ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും മാത്രമല്ല, ഒരു ഗിൽട്ടും കൂടെ വരുന്നു, ഒരു കുറ്റബോധവും കൂടെ വരും. ചെയ്ത് തീർന്നിട്ടില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് വരും? ഒരു കോൺഫിഡൻസ് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് ചെയ്യാനും പറ്റില്ല, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ നിന്ന് വരുന്നത്? പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്താല് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ കോസ്റ്റാണ്. പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പം നമുക്ക് സംഭവിക്കുന്ന, നമ്മൾ കൊടുക്കേണ്ട വിലയാണ് ഈ പറഞ്ഞത്. അടുത്തതിലേക്ക് പോട്ടെ. ഇത്രയും നമുക്ക് തിയറിയാണ്, ഇനി നമുക്ക് പ്രാക്ടിക്കൽ ആക്കണ്ടേ? പ്രാക്ടിക്കൽ ആവാൻ റെഡിയാണല്ലോ? ഓക്കെ. അപ്പൊ നമ്മുടെ ബുക്കുകളൊക്കെ എടുത്തു വെക്കുക. നമ്മുടെ എക്സസൈസ് ആണ്. നമ്മൾ സാധാരണ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോർമൽ? അത് ഏതൊക്കെയാണെന്നുള്ള ഒരു ഒന്നോ രണ്ടോ ഒരു 3 കാര്യമോ എഴുതിയാൽ മതി. 3 കാര്യം നോർമലി നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ടാസ്കുകൾ. അത് 3 എണ്ണം. Going to field work. Okay. Writing the details of customers. Okay. Homework. Okay. ഇനി അത് എഴുതി കഴിഞ്ഞിട്ട് വാട്ട് യു തിങ്ക്, എന്തുകൊണ്ടാണ് ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പം എന്താണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്? വാട്ട് യു തിങ്ക്? ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യണമല്ലോ, ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് തിങ്ക് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? എന്താണ് നമ്മള് ആ സമയത്ത് പ്രതികരിക്കുക? നമ്മൾ സമീപിക്കുന്ന ആൾക്കാരെ എങ്ങനെ പ്രതികരിക്കുക എന്നുള്ള ഫിയർ. അപ്പൊ അത് എഴുതും അവിടെ. എങ്ങനെ പ്രതികരിക്കുക എന്നുള്ള ഫിയറിനേക്കാൾ കൂടുതൽ അവര് മോശമായി പെരുമാറിയാലോ, അല്ലെങ്കിൽ അവര് നമ്മളോട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പെരുമാറാതെ നോ പറഞ്ഞാലോ എന്നുള്ളൊരു പേടിയാണ്. ആക്ച്വലി നമ്മളെ റിജക്ട് ചെയ്താലോ എന്നുള്ളൊരു പേടി. അതാണ് കറക്റ്റ്, അല്ലേ? ഇതിനെ കുറിച്ച് വ്യത്യാസമായി ചിന്തിച്ചെങ്കിൽ എന്ത് ചെയ്യും? അതായത് അവരൊരു വിശ്വസിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവര് വിശ്വസിക്കില്ല, പിന്നെ അവര് വിശ്വസിക്കാതിനെ. പിന്നെ ഇത് കൂടാതെ അത് അവരുടെ ഭാഗത്തുനിന്ന്, നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും ഉണ്ടാവുക? നമ്മളെന്താണ് ചിന്തിക്കേണ്ടത്? അതായത് അവരങ്ങനെ ചെയ്തു, അപ്പൊ നമ്മൾ എന്തായിരിക്കും തിരിച്ചു വീട്ടിൽ നമ്മളോട് എന്റെ ഹസ്ബൻഡ് എന്ത് പറയും? ഇതൊക്കെ പോണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിൽ വീട്ടിൽ നിന്ന് പോണ്ട, ഇനി പോണ്ട എന്ന് പറയും. നീ ചെയ്തൊന്നും ശരിയാവുന്നില്ലല്ലോ, അപ്പൊ ഇനി പോണ്ട, അല്ലേ? ഈ വർക്ക് നമുക്ക് പറ്റിയതല്ല. ഈ വർക്കൊന്നും നമുക്ക് പറ്റിയതല്ല. യെസ്, അത് എഴുതിക്കോ, നോട്ട് ചെയ്തോ. ഈ വർക്കൊന്നും നമുക്ക് പറ്റിയതല്ല, നീ ഞാൻ പിന്നെ നമ്മൾക്ക് ഓണായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സെൽഫ് ടോക്ക് വരൂലേ? എന്തായിരിക്കും ആ സെൽഫ് ടോക്ക് വരുന്നത്? ഞാൻ ചെയ്തിട്ടൊന്ന് അന്നേരം പരിഭവം വരും, പിന്നെ പേടി. പേടി വരുന്നത് ഞാൻ ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല, പിന്നെ നാണക്കേട്, ഒരു നാണക്കേട് മറ്റുള്ളവരുടെ മുന്നിൽ.
മുന്നിൽ ചെറുതായി പോകുന്ന പോലെ ഒരു നാണക്കേട് ഫീൽ ചെയ്യും. ഈഗോ. അതെ, അതൊക്കെ ഫീലിങ്സിൽ വരും അല്ലെ. ഫീലിംഗ്. അതായത് നമ്മള് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ വാട്ട് യു ഫീൽ ആഫ്റ്റർ, ഇനിയിപ്പോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? ടാസ്ക് കംപ്ലീറ്റ് ചെയ്തല്ലോ. കംപ്ലീറ്റ് ചെയ്തെങ്കിൽ സമാധാനമാവും. സമാധാനവും അല്ലെ, സാറ്റിസ്ഫാക്ഷൻ മാത്രമാണോ വരിക? അത്രയും പേടിച്ചിട്ട് പോയിട്ട് ചെയ്തതല്ലേ. അതെ, അപ്പൊ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണോ വരിക? അപ്പൊ സാറ്റിസ്ഫൈഡ്. കോൺഫിഡൻസ് കോൺഫിഡൻസ് വരും അല്ലേ, ബൂസ്റ്റ് അപ്പ് കോൺഫിഡൻസ് വരും, കോൺഫിഡൻസ് കൂടും നമുക്ക്. കൂടും, കുറച്ച് ബൂസ്റ്റിംഗ് ആവും. അതെ, കുറച്ച് ബൂസ്റ്റ് ആവും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഏതിലാണ്? നമുക്ക് വർക്ക് ചെയ്യുന്ന ആ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടത്. യെസ്, നമുക്ക് വർക്ക് ചെയ്യേണ്ടത് തോട്ട്സിലാണ് അല്ലേ. ആവശ്യമില്ലാതെ കുറെ തോട്ട്സ് കയറി പോകുന്നുണ്ട് അല്ലേ, ആവശ്യമില്ലാതെ കുറെ തോട്ട്സ് കയറി പോകുന്നില്ലേ. ചിന്തകൾ. ലെറ്റ്സ് വർക്ക് ഓൺ അവർ തോട്ട്സ്, തോട്ട്സിൽ വർക്ക് ചെയ്യാം. അതെ, അപ്പൊ നമ്മള് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പം നമ്മളുടെ ഉള്ളിൽ കുറെ തോട്ട്സ് വരുന്നു എന്ന് പറഞ്ഞു. അതായത് ഞാൻ ബാക്കിയുള്ളവരെ റിജക്റ്റ് ചെയ്താലോ, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ ചെയ്യും എന്ന് തന്നെയാണ് ഉള്ളിൽ തോന്നുന്നത് അല്ലേ. അവര് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവര് കണക്കിലെടുക്കില്ല, വിശ്വാസത്തിലെടുക്കില്ല. അതെന്ത് ബുദ്ധിമുട്ട് അവരോടെല്ലാം പോയി കാശ് ചോദിക്കുന്നത്, പിന്നെ അവരോടെല്ലാം പോയി ഇങ്ങനെ ചോദിക്കുന്നത്. അതെ, അപ്പൊ നമ്മളെ ഫെയിൽ ചെയ്യാനായിട്ട് തന്നെ നമുക്ക് പേടിയാണ്, ഫേസ് ചെയ്യാനാണ് പേടിയാണ്. അപ്പൊ നമുക്ക് ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ലല്ലോ ഫീൽഡ് വർക്ക്. അപ്പൊ ഇതിന് വേണ്ടിട്ട് പോകുമ്പോ നമുക്കൊരു പരിഭവം, ഒരു ഷൈനസ് ഉണ്ടാവും, ഒരു ബോൾഡ്നെസ് ഉണ്ടാവില്ല. ഓക്കെ, പ്രീനു മാഡത്തിന് എന്താണ് പറയാനുള്ളത്? പേടിയാ പറയുന്നത് മാഡം? അല്ല, നമ്മളെ തോട്ട്സ്. നമുക്ക് അതന്നെ പോയി സമീപിക്കുന്ന ആള് എന്നാ നോ പറയോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. നോ പറയോന്നുള്ള പേടി ഉണ്ടാവും. പിന്നെ അതേ ഉള്ളൂ. എന്ന് സംശയങ്ങൾ ചോദിച്ചാല് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളൊരു പേടി. ഞാന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ മോശക്കാരിയാവും, അല്ലെങ്കിൽ ഞാൻ വളരെ എന്റെ വാല്യൂ വല്ലാണ്ട് കുറഞ്ഞു പോലെ, ഒരു നാണക്കേടല്ലേ എന്നൊക്കെ ഉള്ളൊരു, വിശ്വസിക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ആ ഒരു പേടിയൊന്നുമില്ല, അതൊരു അറിവശായതുകൊണ്ടായിരിക്കും. അതെ അതെ അതെ, എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും ആ ഒരു പേടിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ വർക്കിനെ ബേസ് ചെയ്ത് മാത്രമല്ല, നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, വർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ഇതുണ്ടാവും നമുക്ക്. ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു പുതിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോ നമ്മള് വേണ്ടാന്ന് നമ്മളെ തന്നെ പുറകിലേക്ക് വലിക്കും. നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ ഉദ്ദേശിച്ചത് ഒരിക്കലും ഒരു കരിയർ ബേസ്ഡ് അല്ല, എല്ലാ ഭാഗത്തും ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് എക്സസൈസ് ചെയ്യണം, വണ്ണം കുറയ്ക്കണമെങ്കിൽ എക്സസൈസ് ചെയ്യണം, എക്സസൈസ് ചെയ്യണമെങ്കിൽ നമ്മളത് മാറ്റി വെക്കും, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. അതെന്തിനാ മാറ്റി വെക്കുന്നത്? മടി, ലേസിനെസ്സിന് വേണ്ടിയിട്ടല്ല. നമ്മള് അവിടെ നമ്മൾ എന്താ കാണുന്നത്? പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ മടി എന്ന് പറയുന്ന സാധനം അവിടെ വരാൻ കാരണം എന്താണ്? നമുക്ക് ഇതൊക്കെ സാധിക്കുമോ നമ്മളെ കൊണ്ട്? ഇതൊന്നും എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്കൊന്നും സാധിക്കുന്ന സംഗതിയല്ല, ഇത് മറ്റുള്ളവർക്ക് മാത്രമേ പറ്റൂ, നമുക്ക് ഫിറ്റ്നസ് നമ്മളുടെ കാര്യമല്ല, ഉദ്ദേശമല്ല. അതെ, അപ്പൊ ഇതെല്ലാമാണ് എന്താണ് നമ്മളെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ അല്ലെ. ഇതിനകത്തുനിന്ന് ഞാനൊരു കാര്യം ചോദിക്കണം, കാരണം നമ്മൾ ഈ തോട്ട്സിൽ വർക്ക് ചെയ്യാൻ പോവാണല്ലോ. അപ്പൊ നമ്മൾ ഈ തോട്ട്സിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത്
ഇത് നമ്മൾ ജനറലൈസ് ചെയ്യുവാണോ ചെയ്യുന്നത്? അതായത് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നുള്ളത് ജനറലൈസിങ് ആണോ? യെസ്. ആണോ? ശരിക്കും എന്നെ കൊണ്ട് പറ്റൂലേ? പറ്റും. അപ്പൊ എന്നിട്ട് നമ്മൾ എന്താ പറയണത്? ഇതൊന്നും പറ്റില്ല പറ്റില്ല. ഇതൊന്നും പറ്റില്ല പറയും. ആ, ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും നമുക്കത് ചെയ്യാൻ പറ്റുമോ? ആ, ഇല്ല. ഇത് നമ്മളെ ഉള്ളിലത്തെ മൈൻഡ് പറയുന്ന പറ്റില്ല. പറ്റില്ല. പക്ഷെ നമ്മളെ അല്ല, ഇന്റീരിയർ അപ്പൊ മൈൻഡ് നമ്മള് പറയുന്ന ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നു നീ ഇതിനൊന്നും ഇറങ്ങണ്ട, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നീ ഇപ്പൊ വലിയ ആരംഭശൂരത്വത്തിന് ഇപ്പൊ നടക്കും, പിന്നീട് പതുക്കെ പതുക്കെ ഓരോന്ന് പറഞ്ഞ് നീ മാറും, നിന്നെ കൊണ്ട് തീർക്കാനൊന്നും പറ്റില്ല എന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പറയും, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിക്കും എന്ത്? അത് ശരിയാണ്, എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? അലാമൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങും. കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ടാവില്ല എന്നൊക്കെ പറയും. ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. എന്നാ പിന്നെ ആവട്ടെ, ഇന്നെന്തായാലും പോയി, ഇനി നാളെ ആവട്ടെ, അല്ലേ? അങ്ങനെ നമുക്ക് എത്ര ടാസ്കുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്? കൊറേ ടാസ്കുകൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുറെ ജീവിതത്തിൽ ടാസ്കുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത് ആ ടാസ്ക് ഒക്കെ മാറ്റി വെച്ചതിലാണ്. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ കൊറേ നമുക്ക് കുറെ മുന്നേറാൻ പറ്റിയിട്ടുണ്ടാവേനെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ജനറലൈസിങ് അല്ലേ? ഇത് ജനറലൈസിങ് അല്ലേ? മാഡം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഫോർ എക്സാമ്പിൾ ഞാൻ ബി.എഡിന്റെ പരീക്ഷ ഇപ്പൊ എഴുതുന്നില്ല ഇനിയിപ്പോ കുറെ സമയം ഉണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ തന്നെ ജോലി കിട്ടിയല്ലോ പ്രൈവറ്റ് സ്കൂളിൽ. അപ്പൊ ഞാൻ എന്ത് ബി.എഡിന്റെ ഇപ്പം വേണ്ട, അതൊക്കെ പഠിക്കണ്ടേ, നമുക്ക് കുറെ ഉണ്ടല്ലോ പഠിക്കാനൊക്കെ. പേടിച്ചിട്ട് അത് ചെയ്തിട്ടേ ഇല്ല, ബി.എഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ റീസെന്റ് ആണ് ഞാൻ ബി.എഡ് എന്നിട്ട് ചെയ്തപ്പോൾ എനിക്ക് അറിഞ്ഞു ഇത് ഇത്ര പെട്ടെന്ന് ആവുമല്ലോ. അത് നമ്മ അന്നേ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മള് ആ സമയത്ത് അത് വിചാരിച്ചിരുന്നത് ഞാൻ ചിലപ്പോ തോറ്റുപോയാലോ എന്ന് പേടിച്ചിട്ടുണ്ടാവും. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും. പ്രൈവറ്റ് അല്ലെങ്കിൽ സ്കൂൾസിൽ ഞാൻ ആ സമയത്ത് ഞാൻ എന്താണോ വിചാരിച്ചിരിക്കുന്നത് എന്ന് നമുക്കിപ്പം ഐശ്വര്യ മാഡത്തിന് മനസ്സിലാവും എന്തൊക്കെയാ മണ്ടത്തരാണെന്ന് ഇപ്പൊ മനസ്സിലാവും. പക്ഷെ ആ സമയത്ത് നമുക്കത് വലുതായിരുന്നു. അപ്പൊ നമ്മൾ പേടിച്ചിട്ടുണ്ട്, പല പേടികളുണ്ട് നമുക്ക്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ തോറ്റു പോവോ എന്നുള്ള പേടിയാ, ഞാൻ തോറ്റു പോകുമോ എന്നുള്ളൊരു പേടി. അത് ആർക്കൊക്കെ ഉണ്ട്? ഞാൻ തോറ്റു പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുമോ എന്നുള്ളൊരൊറ്റ പേടി കൊണ്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? അത് ഈ പേടി കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങള്, ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാലോ? എന്നാൽ നല്ല അതിയായ സന്തോഷാണ്. അപ്പൊ ഈ പേടി കൊണ്ടും ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്, ആ ചിന്തകളെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാല് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുമോ, അല്ലെ മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ, ഞാനത് ചെയ്തിട്ട് വിജയിച്ചില്ല എങ്കിൽ, അതായത് ഞാനത് ചെയ്ത് തോറ്റുപോയാൽ എന്നുള്ളത് ശരിക്കും എന്താണത്? ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്താണത്? അതൊരു നെഗറ്റീവ് തന്നെയാണ്, അത് നമുക്കറിയാം, അല്ലെ? ഞാൻ ചെയ്താൽ തോറ്റു പോകും. ചിലപ്പം നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളയും, വേണ്ടാന്ന് പൂർണ്ണമായിട്ട് വെക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ തോറ്റു പോകും, എന്തായാലും ഞാൻ തോറ്റു പോകും, എനിക്ക് അതിനകത്ത് വിജയിക്കാൻ പറ്റില്ല, ഞാൻ എത്ര ശ്രമിച്ചാലും വിജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ വേണ്ടാന്ന് വെക്കും, ഇല്ലേ? തീരുമാനിച്ചിട്ട് തന്നെ നമ്മൾ വേണ്ടാന്ന് വെക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഇനി അതായത് നമ്മളിപ്പോ പഠിക്കുന്ന കാര്യങ്ങള് ഇനി നമുക്ക് വരുമ്പോ, അതായത് ഇനി നമ്മൾക്ക് വരുമ്പോ, ഫോർ എക്സാമ്പിൾ ഇപ്പം
ആം, ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യാനിരിക്കുമ്പം എന്റെ മനസ്സിൽ വരുന്ന ഞാനിത് മുഴുവൻ ചെയ്യില്ല അതെ. എന്നാണ്. ഇപ്പൊ ഞാൻ കോൺഫിഡന്റ് വിമന് വേണ്ടി ഞാൻ ഇറങ്ങി. ഓ ശാലിനി, നീ വെറുതെ നടക്കണ്ട, നീക്ക് ഇത് മുഴുവിക്കാൻ പറ്റുമൊന്നുമില്ല, ഞാൻ മുഴുവനാക്കൂല, ആരും വരാനും പോകുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചാല് ഇതിവിടെ നടക്കൂ? ഇല്ല. നടക്കില്ല അല്ലെ? അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ല, എന്റെ ഉള്ളിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിന്നെ കൊണ്ട് നടക്കില്ല, ആരും വരാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോ നമ്മൾ ഒന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? വേണ്ടാന്ന് വെക്കും, കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്ത് കളയും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. എന്താ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്? ഇത് 100% ശരിയാണോ? 100%. അതായത് എന്നോട് ചോദിച്ച ചോദ്യം എന്താ? എനിക്കിത് മുഴുമിക്കാൻ പറ്റില്ല എന്നുള്ള ചോദ്യം. അല്ലെങ്കിൽ ഞാനിതിൽ തോറ്റുപോകും, ഞാനിത് തോറ്റുപോയാലോ, സ്വയം ആലോചിച്ചോണ്ട് മറ്റുള്ളവരുടെ പറയും. മുന്നിൽ മോശമാവില്ലേ എന്ന് എന്റെ ഉള്ളിൽ വന്ന ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ 100% തോൽക്കുമെന്ന് ഉറപ്പാണോ? 100% ഞാൻ തോൽക്കുമെന്ന് ഉറപ്പാണോ? ഉറപ്പാണോ? ചോദിക്കണമല്ലോ. 1% പോലും അവിടെ 100% 100% തോൽക്കുമെന്ന് ഉറപ്പാണോ? ഇപ്പം നമ്മളിപ്പോ പ്രീനു മാഡം പറഞ്ഞു, ഇപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഈശ്വരി മാഡം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു നോക്കിക്കോ, അതിനകത്ത് ഒറ്റ കാര്യം എടുത്തിട്ട് ഞാൻ അതിനകത്ത് തോറ്റു പോകും അല്ലെങ്കിൽ തോറ്റു പോകുമോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് ചോദിക്കുവാണ്. അപ്പൊ തിരിച്ച് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട എന്താണ്? 100% ഞാൻ തോറ്റു പോകുമെന്ന് ഉറപ്പാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. അപ്പൊ ഞാൻ എന്ത് ഉത്തരമായിരിക്കും പറയുന്നത്? 100% ഷുവർ ആണോ ഞാൻ തോറ്റു പോകുന്നു? നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിക്കോ. നിങ്ങൾ ഒരു കാര്യം വേണ്ട എന്ന് അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണോ മാറ്റി വെച്ചത്, അത് 100% നടക്കുമെന്ന് ഉറപ്പാണോ? ഇല്ല. ഇല്ല. അപ്പൊ സാധ്യതകളുണ്ട്, സാധ്യതകളില്ലേ? ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ബി.എഡ് നമ്മള് തോറ്റു പോകുന്ന പേടിച്ചിട്ട് മാറ്റി വെച്ചു. 100% ഉറപ്പാണോ ഈശ്വര മാഡം ബി.എഡ് തോറ്റു പോകുന്നു? ഇല്ല. ഉറപ്പാണോ? ഇല്ല. അല്ല. ഇല്ല. അപ്പം ജയിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. ഉണ്ട്. എങ്ങനെ? കുറച്ചും കൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. ട്രൈ ചെയ്താല് എന്താണ്? ട്രൈ ചെയ്താൽ സക്സസ് റേറ്റ് എത്രത്തോളം ഉണ്ട്? ട്രൈ ചെയ്താൽ സക്സസ് ഒരു 60%. 60% സക്സസ് റേറ്റ് അല്ലേ? അതായത് മോർ ദാൻ 50. പകുതിയേക്കാൾ കൂടുതൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ആ സാധനം മാറ്റി വെച്ചത് എന്തിന്? തോക്കുമെന്ന് മേടിച്ചു. മനസ്സിലായോ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു കാര്യം ജനറലൈസ് ചെയ്ത് പറയുകയാണ്, ഞാൻ ചിലപ്പോ തോറ്റു പോകും, ഞാൻ എന്ത് ചെയ്താലും തോൽക്കും, അത് ഞാൻ എന്ത് ചെയ്താലും അങ്ങനെ സക്സസ് ആവാറില്ല എന്നാണ് എന്റെ ഉള്ളിൽ വരണമെങ്കിൽ ഞാൻ എന്നോട് തന്നെ 100% ചോദിക്കണം, ഞാൻ എന്ത് ചെയ്താലും ശരിക്കും 100% തോൽവിയാണോ? ആണോ? ഇല്ലാതെ വരും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്താ വരുക? അവസാനം ഇല്ല അല്ലേ? ആദ്യമൊക്കെ ഓട്ടോമാറ്റിക്കലി പറയും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് വരും എന്ത്? 100% ഇല്ല അല്ലെ? വരും. ഇപ്പൊ നമ്മൾ ചില ആൾക്കാർ ഡിപ്രസ്ഡ് ആയി പോവാറുണ്ട് അല്ലെ? അതായത് ചിലപ്പോ നമ്മൾ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായി പോവാറുണ്ട്? ഡിപ്രസ്ഡ് ആയി പോവാറുണ്ട് അല്ലെ? ഡിപ്രസ്ഡ് ആയി പോയിട്ട് ചിലപ്പോ നമ്മള് കുറെ നാൾ മിണ്ടാണ്ടൊക്കെ ഇരിക്കും.
അല്ലെങ്കിൽ ജോലിക്ക് പോവാതെ ഇരിക്കും. ആ ചിലപ്പോ റിലേഷൻഷിപ്പിലെ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി പോകും. അങ്ങനെ കൊറോണ സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒന്നും ആ സമയത്ത് എന്താണ്, ആ സമയത്ത് വരുന്ന തോട്ട്സ് എന്താണ്, എനിക്കിതൊന്നും നടക്കാൻ സാധ്യത ഇല്ല എന്ന് തന്നെ അല്ലേ? ആ സമയത്ത് നമ്മൾ ഡിപ്രസ്ഡ് ആവുമ്പോ ഞാൻ ചെയ്യുന്നതെല്ലാം എന്താ ഇങ്ങനെ ആയി പോകുന്നേ എന്നൊക്കെ ഉള്ള തോട്ട്സാ വരുക അല്ലേ? നിങ്ങൾക്ക് വന്നിട്ടില്ല അങ്ങനെയൊക്കെ? അപ്പൊ നമ്മൾക്ക് അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താവും, നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും അല്ലേ? ആ സമയത്ത് ഓൺലൈനിലുള്ള ക്ലാസ് ചെയ്തിട്ടും ഒരു റിസൾട്ടും ഇല്ല, അതിനൊരു കാശ് നമുക്ക് ഇപ്പൊ സാലറി ഒന്നും നമ്മൾ കിട്ടിയിട്ടില്ല. അതെ, ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പൊ നമ്മളൊന്ന് ഹെൽത്ത് നമ്മളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് അസുഖം വന്നാൽ അല്ലെങ്കിൽ നമുക്ക് അസുഖം വന്നാലേ നമ്മൾ മെന്റലി ഡൗൺ ആവുമ്പോ നമ്മൾ ചോദിക്കണം, നമ്മൾ 100% ഹെൽത്ത് ഡൗൺ ആണോ? നമ്മുടെ 100% ഹെൽത്ത് ഡൗൺ ആണോ? 100% നമ്മളെ ഹെൽത്ത് ഡൗൺ ആ? അല്ല, ഇല്ലേ അല്ല. അല്ല. കാരണം നമ്മുടെ കൈയും കാലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ണ് കാണുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ചെവി കേൾക്കുന്നുണ്ട്, ഡൈജഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 100% നമ്മൾക്ക് ഹെൽത്ത് മോശമാണോ? അല്ല. അല്ല. നമ്മൾ ഇതുപോലുള്ള ജനറലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളെ തന്നെ ഒരു പൂർണ്ണ പരാജയം അല്ലെങ്കിൽ ഒരു തോൽവിയായി മാറ്റിയിടുമ്പോ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? 100% ഈ പറയുന്നത്, ചിന്തിക്കുന്നത് ശരിയാണോ? Is it 100% sure? True? ആണോ? അപ്പൊ നമുക്ക് എന്ത് അല്ല. വരും? അല്ല. അപ്പൊ നമ്മൾ തിരിച്ചെന്ത് വെക്കണം? അല്ല എങ്കിൽ എത്ര പെർസെന്റേജ് ഉണ്ടാവും സക്സസ് റേറ്റ്? അല്ലെങ്കിൽ 50% അല്ലെങ്കിലും അപ്പൊ നമുക്കൊരു പെർസെന്റേജ് കിട്ടും. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആ പെർസെന്റേജ് റേറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രയത്നിക്കണം. അപ്പൊ അതെങ്ങനെ? അങ്ങനെ ട്രാക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം അതെടുക്കുക. അത് നമ്മളെ എന്താണ് നമ്മുടെ ഉള്ളിൽ വരുന്ന തോട്ട്, ആ തോട്ടിനെ തിരിച്ച് ഇങ്ങനെ ചോദിക്കുക. ഇനി വേറൊരു കാര്യം, അടുത്ത കാര്യം, ഇനി നമ്മള് ഒരു പഴഞ്ചൊല്ല് നമ്മളോട് തന്നെയാണെങ്കിൽ തമാശക്ക് പറയാറുണ്ട്, 99% ശരി ചെയ്താലും 1% തെറ്റ് ചെയ്താലും അതേ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മൾ പറയാറില്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ നമ്മള്? അല്ലെങ്കിൽ എനിക്ക് പൊതുവെ ഭാഗ്യം അത്രയ്ക്ക് ഇല്ല, എനിക്ക് ഭാഗ്യം പൊതുവെ കുറവാണ്, നോട്ട് ദാറ്റ് മച്ച് ലക്കി, അല്ലെങ്കിൽ അത്രയും ബ്ലസ്ഡ് അല്ല. അത് നമ്മൾ കാണുമ്പോൾ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശരിക്കും നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം 100% നമ്മൾ ലക്കി അല്ലേ അല്ലെങ്കിൽ അൺലക്കി ആണോ? ഇനി നമ്മള് ലക്കുള്ള കുറേ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. പക്ഷെ നമ്മൾ അതെന്താ ചെയ്തത്? മനഃപൂർവ്വം വി ഡിലീറ്റഡ് ദോസ് ഇൻസിഡൻസ്. നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്തു? അതങ്ങോട്ട് മാറ്റി വെക്കുമല്ലേ?
Distant. വേണ്ടാന്ന് വെച്ചു. ഡിലീറ്റ് ചെയ്തു നമ്മൾ നമ്മുടെ ചെയ്തു. സിസ്റ്റത്തിലെ എടുത്തങ്ങനെ കളഞ്ഞു. അതെ അതായത് അതെ. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡിലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയും. നമുക്ക് പിന്നെ എന്താ ഓർമ്മ ഉണ്ടാവുക? എല്ലാം മോശം കാര്യങ്ങൾ ഓർമ്മ വരും അല്ലേ? നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഒരു മാസം വരുമാനം കിട്ടിയില്ല, ആ. തീർന്നു, നമ്മുടെ കാര്യം കഴിഞ്ഞു അല്ലേ? പിന്നെ നമ്മള് പൈസ ചിലപ്പം ചിലപ്പോ കുറച്ച് പൈസ വന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് പറയും? ഒരൊറ്റ പൈസ ഈ മാസം എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നും മോസ്റ്റ്ലി പറയുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ലേ കുറവായി പറയുക? അപ്പൊ കിട്ടിയ പൈസ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ല. ഓർമ്മയിൽ പോലും ഇല്ല. ഇനി ഹസ്ബൻഡ് നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ട്, എന്തെങ്കിലും നമുക്ക് വിചാരിക്കാത്ത പോലെ ഹസ്ബൻഡ് നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ ഹസ്ബൻഡ് നമ്മളോട് പെരുമാറിയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ മനുഷ്യനോട് പറഞ്ഞിട്ടേ കാര്യമില്ല, ഒരു കാലത്തും നല്ലത് ചെയ്തു തരത്തില്ല, എനിക്ക് വേണ്ട ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലേ? നമ്മളതേ വിചാരിച്ചു. ശരിയാണ്, സത്യമാണ്. കറക്റ്റ് അല്ലേ? അതെ, നമ്മൾ പറയൂലേ അത്? അറിയാം. 100% കറക്റ്റ്. 100% കറക്റ്റാ. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? നമ്മളുടെ കൺമുന്നിലുള്ള കാര്യങ്ങള്, നമുക്ക് കിട്ടിയ കാര്യങ്ങള്, നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്ത് കളയും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് മോഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് മോഡുകൾ കംപ്ലീറ്റ്. പക്ഷെ നേരെ തിരിച്ചാണെങ്കിലോ? എല്ലാം ഓർമ്മ ഉണ്ടാവും അല്ലേ? ഫ്ലറിഷിംഗ്. എല്ലാം ഓർമ്മ വരും, നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. നെഗറ്റീവ് മോഡിലാണെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാക്കുക? എല്ലാം നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അതെ, അന്നേരം നല്ല മാർക്കും നല്ല അസലായിട്ട് എല്ലാം മറന്നോളൂ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇനി എന്താ ചെയ്യേണ്ടത്? എവിടേക്കാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത്? നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് കുറെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് നമ്മൾ ചോദിച്ചു 100% ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? അല്ല, സക്സസ് റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ സക്സസ് റേറ്റിൽ നമ്മളൊരു ഡൗട്ട് കാണുന്നുണ്ട്. എത്ര? ഇപ്പൊ ഒരു 60% ഉണ്ടെങ്കിൽ ഒരു 40% നമ്മളൊരു ഡൗട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു 40% ഡൗട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഈ 40%-ല് അത് റിയൽ ആണോ? അത് 40%? അല്ല. അപ്പൊ ആ 40%-ല് കുറെ പ്രോസസ് ഉണ്ടല്ലോ. നമ്മൾ ഇനി ഒരു കാലത്ത് നടക്കൂല എന്ന് വിചാരിച്ചിരിക്കുന്ന 40%, അതിനകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? ഉണ്ടാവില്ലേ? നമ്മൾ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്തതാ. കാരണം നമ്മൾക്ക് ഒരൊറ്റ പെർസെന്റേജ് നമ്മളത് നടക്കൂല എന്ന് വിചാരിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തത്? കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തു. നമ്മൾ അന്നേരം ഡിലീറ്റ് ചെയ്തു. ചെയ്തില്ലേ നമ്മള്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇനി? അത് നമ്മൾ അനലൈസ് ചെയ്യണം. അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം ആദ്യം തന്നെ നമ്മൾ അത് 100% നടക്കൂല എന്ന് നമ്മൾ പറഞ്ഞത് 100% ശരിയാണോ എന്ന് നമ്മൾ ചോദിച്ചു. നമ്മൾ പറഞ്ഞു 100% ഒന്നല്ല, കുറച്ച് സക്സസ് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സക്സസ് റേറ്റ് നമ്മളൊന്ന് പണിയെടുത്താൽ കുറച്ച് കൂട്ടാം. ഓക്കെ, ബാക്കിയുള്ളത് എടുത്തു. ബാക്കിയുള്ളതിനോട് നമ്മൾ ചോദിച്ചു, എന്ത് ചോദിച്ചു? ഇതിനകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്തതുണ്ടോ എന്ന് ചോദിച്ചു. അതായത് മനഃപൂർവ്വം നമ്മൾ ഡിലീറ്റ് ചെയ്ത് വേണമെങ്കിൽ നടക്കും അല്ലേ? അതായത് നമ്മുടെ കപ്പാസിറ്റീനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത് അല്ലേ? നമ്മുടെ കഴിവിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത്. അതെന്താന്ന് നോക്കണം.
ഒരു കാര്യം നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്, അതോടെ പറയാം. ഡിസ്റ്റോഷൻ. ഡിസ്റ്റോഷൻ കേട്ടിട്ടുണ്ടോ? ആ ഡിസ്റ്റോഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഉം. മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതെ. ഉം. അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണും. ആ നടക്കാത്ത സംഗതി നമ്മള് നടന്നതായി ചിന്തിക്കും. നടന്നതായി ചിന്തിക്കും. അതായത് അങ്ങനെ ഒരു സാധനം ഇല്ലാത്തത് കാണും, ഇല്ലാത്തത് കേൾക്കും, ഇല്ലാത്തത് ഫീൽ ചെയ്യും. സംഭവം അങ്ങനെയൊന്നും ഇല്ല, റിയാലിറ്റിയിലില്ല. അതായത് പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യം, ഓ ഇത് എന്നെ കൊണ്ട് നടക്കൂല. ആദ്യം തന്നെ നമ്മൾ പറയും അല്ലേ, ഒരു 10 ലക്ഷം രൂപ നമുക്ക് ഈ മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചാടിക്കേറി എന്ത് പറയും? അതാണ് എന്താ പറയാ നമ്മള്? പക്ഷെ അതെവിടുന്ന ഇത് എന്നെ കൊണ്ട് പറ്റൂല. നമ്മൾ ആ ഭാഗം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് മാറ്റി വെക്കും. അപ്പൊ നമ്മൾ അവിടെ ഫീൽ ചെയ്യുന്നത് എന്താണ്? ബുദ്ധിമുട്ട് അല്ലേ? അപ്പൊ നമുക്ക് നമ്മൾ ഫീൽ ചെയ്യുന്നത് അവിടെ എക്സിസ്റ്റൻസ് ഇല്ല അതിന്. ശരിക്കും അത് അങ്ങനെയല്ല. റിയാലിറ്റി അതാണോ? അല്ല. ഇനി ഒരാള് ഇനി നമ്മളവിടെ നിൽക്കുമ്പം ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇപ്പം നിങ്ങളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാരും കൂടി ഇരിക്കുമ്പോൾ രണ്ടുപേരും ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് നോക്കുമ്പോ ഇങ്ങനെ നോക്കിയിട്ട് വർത്താനം പറഞ്ഞു, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു. എന്താ വിചാരിക്കുക? എന്നിട്ട് പറയും ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അതെന്തോ ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവര് എന്നിട്ട് പോയിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളെന്ത് ഉദ്ദേശിക്കുക? അവരപ്പൊ എന്നെ പറ്റി അതൊക്കെ പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യണ്ട? എന്താ അങ്ങനെയല്ലേ വിചാരിക്കുക അല്ലേ? ചെയ്തിട്ട് കാര്യമില്ല, അവരെങ്കിലും ചിന്തിക്കും. അവരങ്ങനെ ചിന്തിക്കുന്നു മാത്രമല്ല, ഓ അവർക്ക് അപ്പൊ അവരോടാണ് താല്പര്യം, നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? അപ്പൊ അവരെന്താ വിചാരിക്കുക? ശരിക്കും റിയാലിറ്റിയിൽ അവിടെ എന്താ നടന്നത്? നമുക്ക് അറിയില്ല എന്താ നടന്നേന്ന്. ചിലപ്പോ നമ്മളെ പറ്റിയിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അപ്പൊ എന്തെങ്കിലും നല്ല കാര്യങ്ങളായിരിക്കും, അങ്ങനെയും ആവാമല്ലോ. അല്ലെങ്കിൽ അവരെയും കൂടെ ഒന്ന് നോട്ട് ചെയ്യൂ എന്ന് എന്തെങ്കിലും പറഞ്ഞൊരു അറ്റൻഷൻ കൊടുത്തതായിരിക്കാം, എന്തുമാകാം അല്ലേ? പക്ഷെ നമ്മളപ്പോ എന്താ ചിന്തിക്കുക? നമ്മൾ അവിടെ എക്സിസ്റ്റൻസ് അല്ലാത്തത് കാണുന്നു, കേൾക്കുന്നു, ഫീൽ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്ത് കളയും. പിന്നെ നമുക്ക് അവരോട് പോയിട്ട് സംസാരിക്കാൻ പറ്റില്ല, അവരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ശരിക്കും അവിടെ എന്താ നടന്നത്? അപ്പൊ നമ്മള് ഇതൊക്കെ തന്നെയാണ് ശരിക്കും ഇന്റേണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞതിന്റെ സ്റ്റാർട്ടിങ്. നമ്മുടെ ഉള്ളിൽ അല്ലേ? ശരിയല്ലേ? അതായത് കാണാത്തത് കാണുന്നു, കേൾക്കാത്തത് കേൾക്കുന്നു, ഫീൽ ചെയ്യാത്തത് അങ്ങനൊരു സാധനം ഇല്ലാത്തത് ഫീൽ ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കും, വേണ്ടാന്ന് വെക്കും, മാറ്റി വെക്കും. ചിലപ്പോൾ നമ്മൾ ആ ജോലിയെ വേണ്ടാന്ന് വെച്ചു പോവും, അതുവരെ പോവും അല്ലേ? അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുക? നമുക്ക് അതന്നെ ചോദ്യം ചോദിക്കാം നമ്മളോട്. ഒറ്റ കാര്യം ചോദിക്കണ്ടോ? അതെ, ഇത് തോന്നിയത് എന്റെ ഉള്ളിലല്ലേ, അവരെന്നോട് പറഞ്ഞൊന്നും അല്ലല്ലോ. എന്റെ ഉള്ളിൽ തോന്നുമ്പം ഞാൻ ചോദിക്കേണ്ടത്, ഇത്
സത്യമാണോ, അതായത് ഫാക്റ്റ് ആണോ, ആ അതോ അതെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണോ? റിയാലിറ്റി ആണോ അല്ല ഫേക്ക് അതായത് ഒരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും ഒന്നുപോലെ തന്നെ. അതായത് അവിടെ ഇപ്പൊ ആ ഒരു ഇൻസിഡന്റ് നടന്നാൽ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് ഒന്ന് തന്നെയാണെങ്കിൽ അതൊരു ഫാക്റ്റാണ്. കാരണം അപ്പൊ അവിടെ എല്ലാം അപ്പൊ അതൊരു ശരിയായ കാര്യമാണ്. അതുകൊണ്ടാണ് അത് എല്ലാവർക്കും ഒരേപോലെ ഫീൽ ചെയ്യുന്നത്, ഒരേപോലെ കേൾക്കുന്നത്, ഒരേപോലെ കാണുന്നത്. എല്ലാവർക്കും, അതായത് ഗ്ലോബലി എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് തോന്നുന്നത്, ഒരേപോലെ തന്നെയാണ് കേൾക്കുന്നത്, ഒരേപോലെ തന്നെയാണ് കാണുന്നതെങ്കിൽ അതൊരു ഫാക്റ്റാണ്. എനിക്ക് മാത്രമായിട്ടാണെങ്കിൽ അതെന്തായിരിക്കും, അത് ഒരു ചെറിയൊരു മൈനോറിറ്റിക്ക് മാത്രമായിട്ടാണെങ്കിൽ എന്തായിരിക്കും, അത് ഒപ്പീനിയൻ ആയിരിക്കും, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ എന്തോ നോട്ട് ദ ഫാക്ട്. എല്ലാവർക്കും ചിന്ത അതല്ലെങ്കിൽ നമുക്ക് ഫാക്ട് അല്ല എന്ന്. അപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ മറുപടി പറയേണ്ടത്? നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് എന്താണ്, ഇതൊരു ഫാക്റ്റ് ആണോ അതൊരു ഒപ്പീനിയൻ ആണോ? ഒപ്പീനിയൻ. അപ്പൊ നമുക്ക് എന്താ മറുപടി പറയാ? നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തായിരിക്കും വരുന്നത്? ദിസ് ഇസ് നോട്ട് ദ ഫാക്ട്. ഫാക്റ്റ് അല്ല, എന്താണത്? നമ്മളെ ചിന്ത, നമ്മൾ ആലോചിച്ചു കിട്ടിയ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആലോചിക്കാൻ തുടങ്ങും, അതോ ആലോചന നിർത്തും? അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നിർത്തും. അപ്പൊ നമ്മളിപ്പോ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങള് ഇങ്ങനെയുള്ളതാണോ എന്നും കൂടെ നോക്കണം. അതായത് നമ്മളെ 40% ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് അത് നമ്മുടെ ഒപ്പീനിയൻ ആണോ അതോ ഒരു ഫാക്റ്റ് ഉണ്ടോന്ന് മനസ്സിലായി. ഞാനിതിപ്പം B.Ed ഞാൻ തോറ്റു പോകുക എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സാധനം അത് ഫാക്റ്റ് ആണോ അതോ എന്റെ ഒപ്പീനിയൻ ആണോ? ഇപ്പൊ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം. അല്ല, ഞാൻ കുറെ നമ്മൾ അതെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല അപ്പൊ ഞാന് അല്ല, അത് ഇനി ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വരുമല്ലോ. അപ്പൊ നിങ്ങളിപ്പോ പുറത്തു പോയിട്ട് ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾ റിജക്ട് ചെയ്യുമെന്ന് നമുക്കുള്ളിൽ തോന്നുവാണ്. ശരിക്കും അത് ഫാക്റ്റ് ആണോ വെച്ചാൽ ഒപ്പീനിയൻ ആണോ? അത് ഒപ്പീനിയൻ ആണ്. ഇറ്റ്സ് നോട്ട് എ ഫാക്ട് അല്ലേ? അപ്പൊ നമ്മൾ അതിനകത്ത് പറയിടാവേണ്ട ആവശ്യമുണ്ടോ? ഈസ് ഇറ്റ് 100% ട്രൂ ആണോ? നമുക്ക് കുറെ ചോദ്യം ചോദിക്കാമല്ലോ. ഇപ്പം അവര് റിജക്ട് ചെയ്യുമെന്നും പറയുന്നു, 100% ഷുവർ ആണോ അത്? ട്രൂ ആണോ അത്? അല്ല. നമ്മള് വെറുതെ ചിന്തിച്ചു കുറ്റല്ലോ, നമുക്കെല്ലാം സാധിക്കും പിന്നീടാണ് നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇനി നമ്മൾ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഡിലീറ്റ് ചെയ്യാതെ വെക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മള്, അല്ലേ? അതായത് എന്താണ്, ചില ആൾക്കാര് നമ്മളോട് പറഞ്ഞ വാക്കുകളൊന്നും നമ്മൾ എന്ത് ചെയ്യൂല, നമ്മള് മൈൻഡ് ചെയ്യില്ല, ഡിലീറ്റ് ചെയ്യൂല, അല്ലേ? എന്നാലും നീ എന്നോട് അങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല, അല്ലേ? നീ എന്നോട് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യൂലല്ലോ. ഡിലീറ്റ് ചെയ്യോ? അപ്പൊ അതെന്താ ചെയ്യുക? നമ്മള് ഓർത്തോണ്ടിരിക്കും. റിയാലിറ്റി ആണോ ഫാക്ട് ആണോ? ഫാക്ട് ആണോ അല്ല ആ സമയത്ത് നമ്മൾ ചോദിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യണം, അത് ഒബ്വിയസ്ലി ആണ്. ഇനി ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്? നമുക്ക് കറക്റ്റ് പെർഫോമൻസ് കൊടുക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ നമ്മൾ ചോദിക്കുക എന്താണ്, ഈ പറഞ്ഞത് ഫാക്ട് ആണോ ഒപ്പീനിയൻ ആണോ? ചോദിക്കാലോ, ഇത് ഫാക്ട് ആണോ ഒപ്പീനിയൻ ആണോ? എന്റെ ഒപ്പീനിയൻ ആണോ? പിന്നെ
പിന്നെ ഇത് So what? 100% ആണോ? 100% ട്രൂ ആണോ? 100% true ആണോ? പിന്നെ അതൊരു വട്ടം നമ്മൾ കഴിഞ്ഞു. ഒരാളെ എന്നോട് പറഞ്ഞു, അയാൾ ആ ഒരു വട്ടം കഴിഞ്ഞു പോയി. നമ്മൾ എത്ര തവണയെ നമ്മളെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അയാൾ ഒറ്റ തവണ ഹേർട്ട് ചെയ്ത് പോയി. നമ്മൾ വർഷങ്ങളായി നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഈ ഒരു പേരും പറഞ്ഞു. കുറെ നാളായില്ലേ? 10, 25, 30 കൊല്ലമൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ നമ്മളോട് നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മള് റിജക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ, സോ വാട്ട്? Is it really fact? സോ വാട്ട് എന്ന് ചോദിക്കണം. അതിനെന്താ? അവര് റിജക്ട് ചെയ്യട്ടെ. ആ അതെ, Okay. അവരൊന്നും പറയുന്നില്ല, അവരൊന്നും അവര് ചെയ്തില്ല. റിജക്ട് ചെയ്തോട്ടെ. സോ വാട്ട്? അവര് ചെയ്തോട്ടെ, കളിയാക്കിക്കോട്ടെ. സോ വാട്ട്? അല്ലേ? കളിയാക്കിക്കോട്ടെ, റിജക്ട് ചെയ്തോട്ടെ. സോ വാട്ട്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നെഗറ്റീവ്സ് ഡിലീറ്റ് ചെയ്യാം, അല്ലേ? Yes. അപ്പൊ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഓരോ ചോദ്യത്തിനും നമ്മൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ലേ? ഓരോ ചോദ്യത്തിനും നമ്മൾ ഓരോ രീതിയിലാണ് ചോദിക്കുന്നത്. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ, എന്താണ്? ഇത് 100% ശരിയാണോ? നമ്മളെ വിഷമിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയേണ്ടത്? സോ വാട്ട്? അതിനിപ്പോ എന്താ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്ത് കളയണം. കളയേണ്ടതാണെങ്കിൽ കളയണം, അല്ലേ? പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പാടുണ്ടോ? നെഗറ്റീവ്സ് ഡിലീറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമ്മള് ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളിലോ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയണ്ടേ? നമ്മളിപ്പോ നമ്മൾ കേൾക്കാത്തത്, കാണാത്തത് നമ്മൾ ഊഹിച്ചെടുക്കുവാണല്ലോ. അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക? അതൊരു ഫാക്റ്റ് ആണോ അതോ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണോ എന്ന് ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ടാസ്ക്, എന്റെ ഊഹമാണോ എന്ന് വിചാരിക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ മാറ്റി വെക്കാൻ തോന്നുന്നു. ഇല്ല, ഇനി നിങ്ങളെ ഈ ഇപ്പം ട്രൈ ചെയ്യാനെങ്കിലും തോന്നും. അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മൾ എവിടേക്കാണ് നമ്മൾ ട്രിഗർ ആവുന്നത്, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, അതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, നാളത്തേക്ക് ഫീലിങ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.